നേച്ചർ എന്ന പേപ്പറിലെ ദ സീക്രട്ട് ഡയറി ഓഫ് അഡ്രിൻ മോൾ ഏജ്ഡ് 13 3/4 ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സ്യൂ തോൺസൺ ആണ് ഇതിൻ്റെ ഓതർ. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. വെനസ്ഡേ ജാനുവരി 14 അഡ്രിൻ മോൾ ഡയറി എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അഡ്രിൻ മോൾ എന്ന് പറയുന്ന നമ്മുടെ ക്യാരക്ടർ ഒരു ലൈബ്രറിയിൽ ജോയിൻ ചെയ്യുകയാണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ്, കെയർ ഓഫ് ദ സ്കിൻ, പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് എന്നീ ബുക്സുകളാണ് ആദ്യമായിട്ട് ആ ലൈബ്രറിയിൽ നിന്നും അഡ്രിൻ മോൾ സെലക്ട് ചെയ്തത്. ആദ്യം തന്നെ അവൻ ഇത്രക്കും നല്ല ബുക്സുകളെല്ലാം സെലക്ട് ചെയ്തത് കാരണം ലൈബ്രറിയൻ അവനെ ഒരുപാട് ഇംപ്രസ് ചെയ്തു. അവൻ സ്വയം തന്നെ ഒരു ഇൻ്റലക്ച്വൽ പേഴ്സണായി അഥവാ ബുദ്ധിജീവിയായാണ് കരുതിയിരുന്നത്. ടീച്ചേഴ്സ് അവനെ അങ്ങനെ കാണുന്നില്ല എന്നത് അവന് വളരെ സങ്കടമുള്ള കാര്യമായിരുന്നു. അവൻ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു, അവൻ ഒരിക്കൽ ഫേമസ് ആവും, ടീച്ചേഴ്സ് എല്ലാം അന്ന് അവനോട് സോറി പറയും എന്നൊക്കെയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൻ്റെ ക്ലാസ്സിൽ ഒരു പുതിയ പെൺകുട്ടി ജോയിൻ ചെയ്തു. ജിയോഗ്രഫി പീരീഡ് അവൻ്റെ അടുത്താണ് അവൾ ഇരുന്നിരുന്നത്. പണ്ടോര എന്നായിരുന്നു അവളുടെ പേര്. ബോക്സ് എന്ന് വിളിക്കുന്നതായിരുന്നു ഇഷ്ടം. അവൻ അവളോട് ഈ പ്രായത്തിൽ ലവ് ആകുമോ എന്നതായിരുന്നു അവൻ്റെ ചിന്ത. ഇത്രയുമാണ് ജാനുവരി 14 അവൻ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് സാറ്റർഡേ ജാനുവരി 17 അവൻ എഴുതിയിട്ടുള്ളത്. നമുക്കത് പറയാം. ഈ ദിവസം അവനൊരു ഡോക്ടറെ കാണാൻ പോവുകയാണ്. ഡോക്ടർ ടൈലർ അവനെ നിരീക്ഷിക്കുന്നു. അവൻ്റെ മുഖത്തുള്ള പാട് ശ്രദ്ധിക്കാതെ പോകുന്നു. അതിനെപ്പറ്റി വെറീഡ് ആവണ്ട എന്നും പറയുന്നു. വീട്ടിലെ മോശം അവസ്ഥയെയും നല്ല ഭക്ഷണം കിട്ടാത്തതെല്ലാം അവൻ ഡോക്ടറോട് പറയുന്നു. എന്നാൽ ഡോക്ടർ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. നല്ല ഹെൽത്തി ഫുഡ് തന്നെയാണ് അവന് കിട്ടിയിരിക്കുന്നത് എന്നും ഡോക്ടർ അവനോട് പറയുന്നു. നെക്സ്റ്റ് ട്യൂസ്ഡേ ജാനുവരി 20 അവൻ എഴുതിയിട്ടുള്ളത്. അതൊരു ഫുൾ മൂൺ ഡേ ആയിരുന്നു. ഇതിൽ പറയുന്നത് അവൻ്റെ മദർ പുതിയൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഹോളിഡേയ്സിൽ തന്നെ ആര് ശ്രദ്ധിക്കുമെന്നും തൻ്റെ നായയെ ആര് നോക്കുമെന്നായിരുന്നു അവൻ്റെ ചിന്ത. അപ്പോൾ അവൻ്റെ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളും അവൻ്റെ പെറ്റായ ഡോഗിൻ്റെ കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്നായിരുന്നു അവൻ്റെ ആശങ്ക. ഭക്ഷണത്തെ പറ്റിയും അവന് ആശങ്കനായിരുന്നു. അമ്മയെപ്പറ്റി അവന് നല്ല ദേഷ്യം തോന്നുകയാണ് ആ നിമിഷത്തിൽ. അതുപോലെ ക്രിസ്മസിന് ഒരുപാട് കുടിക്കുകയും ചെയ്യും അമ്മ എന്നുള്ളതൊക്കെ ആലോചിച്ച് അവന് നല്ല ദേഷ്യം അമ്മയോട് തോന്നുകയാണ്. നെക്സ്റ്റ് ഡയറി അവൻ എഴുതിയിട്ടുള്ളത് തേഴ്സ്ഡേ ജാനുവരി 22 ആ ദിവസം അമ്മയ്ക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ മോർണിംഗിൽ ഒന്നും കുക്ക് ചെയ്യാതെയാണ് അമ്മ പോയിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിലെ അവസ്ഥ എന്താകുമെന്ന് അവൻ ആലോചിക്കുകയാണ്. അവൻ്റെ അച്ഛൻ അമ്മയെ കൺട്രോൾ ചെയ്യുകയും അവനെ സേവ് ചെയ്യണമെന്നുമാണ് അവൻ്റെ ആഗ്രഹം. നെക്സ്റ്റ് സൺഡേ ജാനുവരി 25 എഴുതിയിട്ടുള്ള ഡയറിയാണ്. ക്രിസ്തു മതപ്രകാരം 3-ാം പെരുന്നാളിന് ശേഷമുള്ള ഒരു ദിവസമാണ് അവന് ഈ ഡയറി എഴുതുന്നത്. ആ ദിവസം അവൻ വളരെ ഇല്ലാണ് അഥവാ അവശനായിട്ടാണ് ഇരിക്കുന്നത്. ആരും തന്നെ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അവൻ പനിക്കുള്ള ഒരു മെഡിസിൻ കഴിക്കുകയാണ്. ഒരിക്കൽ അവൻ്റെ ഈ ഡയറി എല്ലാവരും വായിക്കും, അന്ന് അവൻ ഫേമസ് ആകുമെന്നെല്ലാം അവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം 6 to 8 PM വരെ അവൻ പണ്ടോരയെക്കുറിച്ച് ഓർക്കുകയാണ്. അച്ഛനും അമ്മയും ആ സമയം നല്ല വഴക്കാണ്. നെക്സ്റ്റ് സാറ്റർഡേ ഫെബ്രുവരി 7 അവൻ ഡയറി എഴുതിയിട്ടുള്ളത്. ആ ദിവസം വീട്ടിൽ ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അവൻ പുറത്തുനിന്ന് കഴിക്കുകയാണ്. ആ ദിവസം മുഴുവൻ അവൻ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അമ്മയും അച്ഛനും എന്നും വഴക്കാണ്. ഇനിയുള്ള അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവസ്ഥ, അവൻ്റെ കാര്യങ്ങൾ ആര് ശ്രദ്ധിക്കും എന്നെല്ലാം അവൻ ചിന്തിക്കുകയാണ്. ആ മന്തിൽ പിന്നെ അവൻ ഡയറി എഴുതിയിട്ടില്ല. നെക്സ്റ്റ് മന്ത് മാർച്ച് മൺഡേ 2 പിന്നീട് അവൻ ഡയറി എഴുതിയിട്ടുള്ളത്. ആ ദിവസം അവൻ്റെ അമ്മ ഒരു മോശം വാർത്തയുമായി വരികയാണ്. അഡൽട്ട് റിലേഷനെ പറ്റിയായിരുന്നു പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആ പ്രായത്തിൽ അവന് തോന്നിയത് അമ്മ ഓവർ ആക്ടിങ് ആണോ എന്നൊക്കെ അവൻ തോന്നി. അമ്മ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി തന്നെ പറയുകയാണ്. എന്നാൽ അവന് അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അമ്മയോട് അവൻ യോജിക്കുന്നില്ലായിരുന്നു. നെക്സ്റ്റ് സൺഡേ മാർച്ച് 8 അവൻ ഡയറി എഴുതിയിട്ടുള്ളത്. ആ സമയം ലെൻഡ് കാലമായിരുന്നു, അഥവാ നോമ്പ് കാലമാണത്. ക്രിസ്തു മതക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉപേക്ഷിക്കുന്നതാണ് ലെൻഡ് കാലം. ആ ദിവസം അവർ 3 പേരും അഥവാ അച്ഛനും അമ്മയും അവനും ജോലികൾ ചെയ്യാനായി ഒരു ചാർട്ട് ഉണ്ടാക്കുകയാണ്. ആ ചാർട്ടിൽ എഴുതിയിട്ടുണ്ട് അവർ ഓരോരുത്തരും എന്തെല്ലാം ജോലികൾ ചെയ്യണമെന്ന്. അതിൽ അവന് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് മൺഡേ മാർച്ച് 9 എഴുതിയിട്ടുള്ളത്.
ആ ദിവസം അവൻ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. ക്ലീനിങ്, വാഷിങ്, കുക്കിംഗ്, ഡോഗ് ഫീഡിങ് എല്ലാം അവൻ തന്നെ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയത് അവൻ്റെ ബാഡ് ലക്കായി അവന് തോന്നുകയാണ്. നെക്സ്റ്റ് മാർച്ച് 18 ഡയറിയാണ് വായിക്കുന്നത്. ആ ദിവസം അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു. അഥവാ അവൻ്റെ അച്ഛനും അമ്മയും പിരിയുകയാണ്. അവൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവനൊരു ഓർഫനായി ജീവിക്കേണ്ടി വരുമോ, അവൻ്റെ ഫോട്ടോ ന്യൂസ് പേപ്പറിൽ വരുമോ എന്നൊക്കെയായിരുന്നു അവൻ്റെ ചിന്ത. അങ്ങനെ വരികയാണെങ്കിൽ ഫേസിലുള്ള പാടുകളൊക്കെ പെട്ടെന്നൊന്ന് മാറ്റണം എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. നെക്സ്റ്റ് സെപ്റ്റംബർ 14 അവൻ എഴുതിയിട്ടുള്ളത്. അതിൽ പറയുന്നത് അവൻ സ്കൂൾ ഡിന്നറുമായി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നതാണ്. അതൊന്നും പോരാ അവൻ്റെ ഹെൽത്തിന് എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഇത് കഴിച്ചാൽ വീക്ക് ആവാനും ഭാവിയിൽ പ്രൈം മിനിസ്റ്ററിനെതിരെ എന്തെങ്കിലും പറയാൻ കഴിയാത്ത അവസ്ഥ വരുമോ എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. നെക്സ്റ്റ് ഫ്രൈഡേ നവംബർ 13 അവൻ എഴുതിയിട്ടുള്ളത്. ആ ദിവസം രാത്രി പണ്ടോരയോട് അഡ്രിൻ അവൻ്റെ ഇഷ്ടം തുറന്നു പറയുകയാണ്. പണ്ടോരയ്ക്ക് ജോലി വേണമെന്നും 2 വർഷത്തിന് ശേഷമൊന്നും വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നും അവൾ തുറന്നു പറയുകയാണ്. മീൻസ് അവൾക്ക് അവനോടൊരു റിലേഷനും താല്പര്യമില്ല എന്നവൾ പറഞ്ഞു. നെക്സ്റ്റ് സൺഡേ ജനുവരി 10 അവൻ എഴുതിയിട്ടുള്ളത്. അതിൽ പറയുന്നത് അമേരിക്കൻ പ്രസിഡൻറ്റുമായി അച്ഛനെ കമ്പയർ ചെയ്യാണ് അവന്. അയാളേക്കാൾ വയസ്സ് തോന്നിക്കുന്നുണ്ട് അച്ഛന്. ഒരു ജോലിയുമില്ലാതെ എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളതാണ് അവൻ ചിന്തിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അവൻ ഒട്ടും മെച്യൂരിറ്റി എത്താത്ത ഒരു ബോയാണ്. അപ്പോൾ ഇത്രയുമാണ് സ്യൂ ടൗൺസൻ്റെ ദി സീക്രട്ട് ഡയറി ഓഫ് അഡ്രിൻ മോൾ ഏജ്ഡ് 13 3/4 പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.